തൃശൂർ മാളക്കൊൾക്കുന്നിൽ വർണ്ണം വിടർത്തി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. പ്രദേശവാസിയായ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂവ് ചൂടിയിരിക്കുന്നത്. 2 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി നട്ടത്. മാളയിലെ കൊൾക്കുന്നിൽ പൂവിട്ട സൂര്യകാന്തി പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ്. അത്യുൽപാദന ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങളാണ് ചന്ദ്രന് ലഭിച്ചത്. 4000 ചെടികളാണ് ഈ 1/2 ഏക്കറിലുള്ളത്. ഓരോന്നും 5 അടിയിലധികം ഉയരം വച്ചവയാണ്. ഭൂരിഭാഗവും പൂവിട്ടു. സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ സ്വദേശി സിനോജായിരുന്നു ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ച് നൽകിയത്. സൂര്യകാന്തി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വിത്തിൻ്റെതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സിനോജ് എന്ന് പറഞ്ഞിട്ട്, ആൾ പറഞ്ഞ് വിത്ത് ഞാൻ തരാം എൻ്റെ കയ്യിലിരിക്കുന്നു പറഞ്ഞാൽ ആൾ തന്നെ എനിക്ക് വിത്ത് കൊണ്ടുവന്നു. ആളുടെ കൂടുതൽ എല്ലാ കാര്യങ്ങളും ആളുടെ നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളാണ് എനിക്ക് വിത്ത് തന്നത്. ഇത് നമ്മൾ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ചാണപ്പൊടി, കോഴിക്കാട്ടം ഇങ്ങനെയുള്ള ആ ജൈവവളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ നനയാണെങ്കിലും കുറച്ച് തന്നെ വേണ്ടു. വേനൽക്കാലത്തേക്കുള്ള ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പൂക്കളും വന്നു, ഒരു മറ്റേ കീഴൊന്നും വരാതെ കണ്ട് വന്നു. രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ചാണകപ്പൊടി അടക്കമുള്ള ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 1 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്തുവാനാണ് ചന്ദ്രന്റെ തീരുമാനം. 90 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടും. 60 ദിവസമായി ഇപ്പോൾ പൂവായി. ഇനി 1 മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് നടത്താം. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. വിത്തുകൾ ഇനി ആര് ചോദിച്ചു വന്നാലും നമ്മൾ വിത്ത് നമ്മുടെ കയ്യിലുണ്ടാവും കൊടുക്കാൻ വേണ്ടി. വിത്തായിട്ട് കൊടുക്കാൻ അടുത്ത ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തായിട്ട് കൊടുക്കാം. നമുക്കിത് വറുത്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് വറുത്ത് പാക്ക് ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തു നോക്കണം. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണല്ലോ. അത് ജൈവമായ സാധനം നമ്മുടെ ആൾക്കാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകുവാനും ചന്ദ്രൻ തയ്യാറാണ്. 103 വയസ്സുള്ള അമ്മ കാർത്തികേയനിയും ഭാര്യ അംബികയും മക്കളുമാണ് ചന്ദ്രനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ 12 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കൊൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രൻ. നിരവധി പേരാണ് സൂര്യകാന്തി പൂവിട്ടതറിഞ്ഞുകൊണ്ട് കാണാനായി ഇവിടേക്കെത്തുന്നത്. ജനം, തൃശൂർ.